ബിമ്മിൻ്റെ ഒരു പോസിബിലിറ്റി ഫ്യൂച്ചറിസ്റ്റിക് എന്താണെന്ന് കുറച്ച് നേരിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് അത് സ്ക്രാച്ചിൽ നിന്ന് തന്നെ പഠിക്കണമെന്നുണ്ടായിരുന്നു. ഹായ്, ഞാൻ ആസാദ് അലി. ഞാനിവിടെ മലപ്പുറത്താണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ സൗദിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ പാസ്റ്റ് 11 ഇയേഴ്സായിട്ട് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2013 ബാച്ചാണ് ഞാൻ. M.Tech ചെയ്തിട്ടുണ്ട്, മാസ്റ്റേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇത്രയും ഗ്യാപ്പിൽ ഞാൻ എൻ്റെ സ്കിൽ അപ്ഗ്രേഡ് ചെയ്യണമെന്ന് ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കുറച്ചായി. അപ്പം ഒരു സ്കിൽ അപ്ഗ്രേഡേഷന് വേണ്ടിയിട്ട് ഞാൻ സെർച്ച് ചെയ്തപ്പോഴാണ് ബിമ്മിനെ കുറിച്ച് അറിഞ്ഞതും ഇതിവിടെ AC അപ്പ് സ്കിൽസിൽ ചെയ്യുന്നുണ്ടെന്നും ഇതിനെക്കുറിച്ച് അറിഞ്ഞതും. അതിനുശേഷം ഞാനിവിടെ ഡെമോ അറ്റൻഡ് ചെയ്തു. ഡെമോയിൽ ഞാനൊരു എക്സ്ട്രാ ചോദിച്ചത് എനിക്ക് പ്രൊജക്ട് മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ട് പ്രൈമോവേറെ കൂടെ ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം ഞാൻ മാസ്റ്റേഴ്സ് അതിൽ ചെയ്തതുകൊണ്ട്. അപ്പം അതുകൂടെ ഇവിടുന്ന് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. 3 മന്ത് കോഴ്സായിരുന്നു. ആ കോഴ്സ് ഓൺ ടൈമിൽ എനിക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ എനിക്ക് ഇപ്പോൾ ബിമ്മിൽ 4D വരെ അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സിൽ ഞാൻ എത്തിയിട്ടുണ്ട്. ബിമ്മിലേക്ക് എന്തുകൊണ്ട് എന്നുള്ളത് ചോദിച്ചാൽ, ഞാനിപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഗൾഫ് കൺട്രീസ് GCC കൺട്രീസിലായിരുന്നു വർക്ക് ചെയ്ത്. ബഹ്റൈൻ, സൗദി, ഖത്തറിലെല്ലാം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ബിമ്മിൻ്റെ ഒരു പോസിബിലിറ്റി ഫ്യൂച്ചറിസ്റ്റിക് എന്താണെന്ന് കുറച്ച് നേരിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് അത് സ്ക്രാച്ചിൽ നിന്ന് തന്നെ പഠിക്കണമെന്നുണ്ടായിരുന്നു. അത് എനിക്ക് എന്തുകൊണ്ടും ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഡെമോയിൽ അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് അതിനെക്കുറിച്ച് ഒരു ബേസിക് ഐഡിയാസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു സ്കിൽ അപ്ഗ്രേഡേഷൻ എന്ന നിലയ്ക്ക് ഞാൻ ഇത് ആയിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവിടുന്ന് കഴിഞ്ഞ കോഴ്സ് തിയററ്റിക്കലോ പ്രാക്ടിക്കലോ എന്ന് ചോദിച്ചാൽ രണ്ടുമുണ്ട്. പ്രാക്ടിക്കലി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിവിടെ വർക്ക് ചെയ്തത് ബേസിക്കലി ഒരു പ്രൊജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടാണ്. അപ്പോൾ ഞാൻ ഇൻറ്റേൺഷിപ്പും ചെയ്തു. അതും ഒരു ദുബായ് ബേസ്ഡ് പ്രൊജക്റ്റിൻ്റെ ഡിപ്പെൻസ് ആയിട്ടുള്ളൊരു പ്രൊജക്റ്റാണ്. പിന്നെ ഞങ്ങൾ വർക്ക് ചെയ്തതും പ്രാക്ടിക്കലി അത് പ്രൊജക്റ്റ് മോഡൽ ഓറിയൻറ്റഡ് ആയിട്ടാണ്. അതുകൊണ്ട് തിയററ്റിക്കലായാലും പ്രാക്ടിക്കലായാലും രണ്ടും മിക്സപ്പ് ചെയ്തിട്ട് തന്നെ മനസ്സിലാക്കിയിട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. ഓൺലി തിയററ്റിക്കൽ അല്ല ഇവിടുത്തെ ഒരു അപ്രോച്ച് എന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ശരിക്കും ഞാനിവിടെ വന്നിട്ട് ബിം സീറോ നോളേജിൽ വന്ന ഒരാളാണ്. ഇപ്പോൾ ബിം എന്താണെന്നും ഓരോ ബിം മാനേജറായാലും കോർഡിനേറ്റേഴ്സ് ആയാലും മറ്റു മോഡലേഴ്സൊക്കെ ആയാലും അവർ സ്കോപ്പ് എന്താ, സ്കോപ്പ് ഓഫ് വർക്ക് എന്താ, അതിൻ്റെ ഒരു ക്ലാരിറ്റി എനിക്ക് കിട്ടിയത് തീർച്ചയായിട്ടും ഇവിടുന്ന് ഈ ബിം മാനേജറും അവരായിട്ടുള്ള ഇൻറ്ററാക്ഷൻസും അവരായിട്ടുള്ള കോർഡിനേഷൻസും അവരായിട്ടുള്ള ടോക്ക് ടൈംസിലൊക്കെ തന്നെയാണ്. അപ്പം ഐ എം വെരി ഹാപ്പി. എന്ന് വെച്ചാൽ എനിക്ക് അതിനുള്ള ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് അതെനിക്ക് ഇവിടുന്ന് തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ട്. അത് ഈ ഇൻറ്ററാക്ഷൻസിലും മാനേജറായിട്ടുള്ള സംസാരത്തിലും ലെഷർ ടൈമിലൊക്കെ തന്നെയാണ്. അത് ഇവിടെ വന്ന് ഇവരായിട്ട് ഇടപഴകിയതിന് ശേഷം നമുക്ക് ഒരു ഫ്രണ്ട്ലി ക്ലോസ്ലി റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. Map your career.